dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള മിക്സ്ചറിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ പുതിയ വീഡിയോസ് ഒക്കെ കിട്ടുന്നതിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 2.5 കപ്പ് കടലമാവാണ് എടുക്കുന്നത്. 250 ml അളവ് കപ്പിലാണ് അളന്നിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഒരു കപ്പിലും 2 ടേബിൾ സ്പൂൺ കുറവായിട്ടാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു ചെറിയൊരു കളർ കിട്ടാനായിട്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 നുള്ളു പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 3 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ എടുക്കുന്ന മുളക് പൊടിയുടെ എരിവ് അനുസരിച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. സാദാ വെള്ളമാണ്, ചൂടുവെള്ളം ഒന്നും വേണ്ട, സാദാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ഒന്നിച്ചിട്ട് ചേർക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ മൊത്തത്തിൽ 1.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഓരോ മാവ് അനുസരിച്ചിട്ടും വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർക്കുക. ഇതേപോലെയാണ് വേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബൂന്തി തയ്യാറാക്കാനായിട്ട് ഒരു 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ബൂന്തി തയ്യാറാക്കുന്നതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. 2 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ബൂന്തിയിലേക്ക് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ഒരു സേവനാഴിയുടെ ചെറിയ ഹോളുള്ള അച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ കുറച്ച് ഓയിലൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നന്നായിട്ട് കഴുകി ഉണങ്ങി എടുത്തിട്ടുള്ള കുറച്ച് കറിവേപ്പില ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മിക്സ്ചറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ആദ്യം തന്നെ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഈ എണ്ണയിലുണ്ടാവും. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തൊലി ഒന്നും കളയാതെ തന്നെ ചതച്ചെടുത്തിട്ടുള്ളതാണ് വറുത്തെടുക്കുന്നത്. നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. അതും എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കപ്പലണ്ടിയും കടലപ്പരിപ്പും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കടലപ്പരിപ്പ് ഒരുപാട് നേരം ഫ്രൈ ആക്കി എടുക്കരുത്, അങ്ങനെയാകുമ്പോൾ കരിഞ്ഞു പോവും. കുറച്ചൊന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കപ്പലണ്ടിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്നും ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ചെയ്യരുത്. ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലാക്കി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി സേവനാഴിയിലേക്ക് മാവ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഈ മാവ് എടുക്കുമ്പോൾ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ആക്കിയിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് ബാക്കിയുള്ളത് അടച്ച് മാറ്റി വയ്ക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുന്നതുകൊണ്ട് എണ്ണയുടെ ഒരു ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഇങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്.
ഇത് ചെറിയ ഹോളുള്ള ഒരു സേവനാഴിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. മിക്സ്ചറിന് കുറേ നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് ഒന്നാവുമ്പോൾ ഇതേപോലെ മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഫ്രൈ ആക്കിയിട്ട് ഇതിൽ നിന്നും എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ കൂടുതലായിട്ട് കളറും ചേഞ്ച് ആവും, ഒരു കയർപ്പ് ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഈ മാവൊക്കെ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. സേവെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബൂന്തി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതേപോലെ ഹോളുള്ള ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. തനിയെ തന്നെ അതിലേക്ക് വീണിട്ട് ബൂന്തി റെഡിയായി കിട്ടും. ഇതേപോലെ നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ ബൂന്തിയും ഫ്രൈ ആയി കിട്ടും. നല്ല ക്രിസ്പി ആകുമ്പോൾ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. കുറച്ചൊന്ന് കളർ ചേഞ്ച് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ബാക്കിയുള്ള ബൂന്തിയെല്ലാം ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ബൂന്തിയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സേവ് ഒന്ന് കൈകൊണ്ട് പൊടിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് പൊടിച്ചെടുക്കാനായിട്ട് ഒന്ന് ഈസി ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സേവെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബൂന്തിയും കടലയും കപ്പലിൻ്റെയൊക്കെ ചേർത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പും കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി കൂടി ചേർക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ളതാണ്, എന്നാലും കുറച്ച് മാത്രം ഒരു 2-3 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ഈസിയാണ് മിക്സ്ചർ റെഡിയാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്